ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷസ് ഫുഡ് വേൾഡ്. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സുഖിയൻ്റെ റെസിപ്പിയാണ്. ചന ദാൽ സുഖിയൻ. ചെറുപയർ സുഖിയനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സുഖിയനാണിത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇടാൻ വേണ്ടി 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ഇവിടെ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം കൂടിപ്പോവരുത്. ഞാൻ ആകെ 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും കട്ടകളൊന്നും പാടില്ല. നന്നായി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ സമയം നമുക്ക് സുഖിയൻ്റെ ഉള്ളിലേക്ക് വേണ്ടിയുള്ള മിക്സിങ് റെഡിയാക്കിയെടുക്കാം. അതിനായി 1 കപ്പ് കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കടലപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർക്കാൻ വേണ്ടി വെക്കാം. കടലപ്പരിപ്പ് 1 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കണം. കുതിർക്കണമെന്ന് നിർബന്ധമില്ല. അതിന് പകരം കുക്കറിലിട്ട് കൂടുതൽ വിസിലടിച്ചാലും മതിയാവും. കടലപ്പരിപ്പ് ഇപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിനായി 4 വിസിലാണ് വേണ്ടത്. ഇതിലേക്ക് ഇനി 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. പഞ്ചസാര കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് പാല് ഞാൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളം, ഒരു നുള്ളുപ്പ്. ഉപ്പ് കൂടിപ്പോവരുത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇത് നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിലിട്ട് 4 വിസിലടിക്കണം. ആവിയെല്ലാം മുഴുവനായി പോയതിനു ശേഷം മാത്രം കുക്കർ തുറന്നു നോക്കാം. പരിപ്പ് ചെറുതായൊന്ന് പൊട്ടി വരണം, അതാണ് അതിൻ്റെ കണക്ക്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് അധികം താല്പര്യമില്ലാത്തവർ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയാവും. കൂടുതൽ വേണ്ടവർക്ക് 3 ടേബിൾ സ്പൂൺ വരെ ആവാം. നെയ്യ് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശുവണ്ടി ചെറുതായി അരിഞ്ഞ് വേണം ചേർക്കാൻ. ഇത് നന്നായി മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇനി ഈ മിക്സ് ഡ്രൈ ആക്കി എടുക്കണം. പരിപ്പ് ഉടഞ്ഞു വരുമ്പോഴേക്കും സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഈ സമയം എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം പരുവായിട്ടുണ്ട്. പരിപ്പെല്ലാം അത്യാവശ്യം ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ചൂട് കുറച്ച് ആറിയതിന് ശേഷം കൈകൊണ്ടെടുത്ത് ഉരുട്ടാവുന്നൊരു പരുവാകുമ്പോഴേക്കും നമുക്കിത് ചെറിയ ബോളുകളാക്കി എടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളകളെടുത്ത് മുക്കി എണ്ണയിലിട്ട് വറുത്ത് കോരാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഇടാവൂ. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സുഖിയൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ എത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് കളർ ചേഞ്ച് വന്നു തുടങ്ങി. ഈ സമയം നമുക്കിത് മറിച്ചിടാം. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ 2 സൈഡും ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നല്ല ഗോൾഡൻ കളർ ആവണം, അതാണ് ഇതിൻ്റെ കണക്ക്. നമ്മുടെ വെറൈറ്റി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള
ചനാദാൽ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുപയർ സുഖിയനേക്കാളും ഒരു പടി മുന്നിലുള്ള നമ്മുടെ ഈ ചനാദാൽ സുഖിയൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.